എല്ലാവർക്കും നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ മീഡിയക്കാർ എല്ലാവരും പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിയ പോലെ ലാലേട്ടൻ മറുപടി പറഞ്ഞില്ല, ലാലേട്ടൻ മറുപടി പറയണം എന്ന് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി, അതായത് മലയാളം ഇൻഡസ്ട്രി മുഴുവൻ തലയിൽ വെച്ചിരിക്കുന്നത് ലാലേട്ടനാണ് എന്ന്. ലാലേട്ടനേക്കാൾ തലമൂത്ത ആളുകൾ വേറെയുണ്ട്. അവർക്ക് ഇതൊന്നും ബാധകമല്ലാത്ത പോലെയാണ് ഇവരുടെ പെരുമാറ്റം. ചോദിക്കുമ്പോൾ എല്ലാവരോടും ചോദിക്കണം. ഒരാളെ മാത്രം പ്രശ്നമുണ്ടാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം സ്വയം അമ്മയിൽ നിന്ന് അംഗങ്ങളെല്ലാവരും രാജിവെച്ചു. അതുപോലെ തികച്ചും നല്ല മറുപടികൾ കൊണ്ട് പൃഥ്വിരാജും ജഗദീഷും സ്റ്റാറായി. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മറുപടി അവരിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് സത്യത്തിൽ അവർ സ്റ്റാറായത് എന്ന് തന്നെ പറയാം. ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടന്റെ മറുപടിയും വന്നു. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ലാലേട്ടൻ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ള കാര്യം. അദ്ദേഹത്തിന്റെ രീതിയിൽ തന്നെയാണ് അവിടെ സംസാരിച്ചത്. ആ സംസാരത്തിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. വളരെ കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞത്. അതിൽ കുറെ പേര് വളരെ മോശമായ രീതിയിൽ മോഹൻലാലിനെ കളിയാക്കുന്നുണ്ട്. കോടതിയിലും അന്വേഷണത്തിലും ഇരിക്കുന്ന സുപ്രധാനമായ ഒരു കേസിൽ നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പറയാവുന്ന കാര്യങ്ങൾ ലാലേട്ടന്റെ ഉത്തരങ്ങളിലുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള ഡയലോഗുകൾ പോലെ മറുപടി പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഇതൊരിക്കലും ദഹിക്കില്ല. അവർ ഉദ്ദേശിക്കുന്ന പോലെ മറ്റുള്ളവർ മറുപടി പറയണം എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവരുടെ ഉള്ളിലുള്ളത്. ഇത് പറയുമ്പോൾ പറയും മോഹൻലാലെ അമ്മ പ്രസിഡന്റ് ആയിരുന്നല്ലോ എന്ന്. അമ്മ പ്രസിഡന്റ് എന്ന് പറയുന്നത് നാട്ടിലെ നിയമം മുഴുവനും കൈകാര്യം ചെയ്യുന്ന ആള് എന്നല്ല അർത്ഥം. ലാലേട്ടൻ പറഞ്ഞത് തീർച്ചയായിട്ടും ആർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് അനുകൂലമായിട്ട് അദ്ദേഹം ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പുറത്തു വരട്ടെ, തെറ്റ് ചെയ്തവരെ ആരെയും സംരക്ഷിക്കാൻ ഇല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇവിടെ ലാലേട്ടന്റെ മറുപടികൾ. എന്തായാലും ലാലേട്ടൻ്റെ ഈ മറുപടികളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ പറയാവുന്നതാണ്. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നടന്മാർ അതിലെ അഭിപ്രായം പറയണമെന്നും പ്രതികരിക്കണമെന്നും പ്രതീക്ഷിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർ മനസ്സിലാക്കാത്ത കാര്യം ഈ നടന്മാരുടെ ജോലി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രതിഷേധം അറിയിക്കുക, പ്രതികരണം നടത്തുക എന്നുള്ളതല്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാകും, അതുപോലെ അവരുടേതായ അഭിപ്രായങ്ങളുമുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് കരുതി അവരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സുരേഷ് ഗോപിയോടും പലരും പെരുമാറിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരുടെ ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് എല്ലാവരും മാനിക്കുന്നത് നല്ലതാണ്. അവർ പറയുന്ന അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനെ വിമർശിക്കാം. അല്ലാതെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ മറ്റൊരാൾ അവഹേളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇനി മാപ്രകളുടെ ചോദ്യം ചോദിക്കുന്ന രീതി ഒന്ന് നോക്കാം. ക്ലാസ്സിൽ ടീച്ചർമാർ ഇല്ലാത്തപ്പോൾ കുട്ടികൾ ബഹളം വെക്കുന്നത് പോലെയാണ് ലാലേട്ടനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന ആൾക്ക് പോലും താൻ ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തെങ്കിലും മോഹൻലാലിന്റെ വായിൽ നിന്ന് വിവാദപരമായ പരാമർശങ്ങൾ ഉണ്ടാകാനാവും കരുതി കൂട്ടി ബഹളം വെക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആ പരിപാടിയൊന്നും നടക്കാത്തത് കൊണ്ടാണ് ആരോപണ വിധേയരായ ആളുകളെ പോലും ടാർഗറ്റ് ചെയ്യാതെ മോഹൻലാൽ എന്ന നടനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ ഇന്നും ഏറ്റവും അധികം ആരാധകരുള്ള നടനാണ് മോഹൻലാൽ. അത് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാവുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ നല്ല റീച്ച് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഒരുപക്ഷെ അവരുടെ ലക്ഷ്യം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്